അഡ്വക്കേറ്റ് സതീഷ് വസന്ത, എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾ നൽകിയത്? പ്രത്യേകിച്ച് താങ്കൾ തന്നെ ആദ്യം ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴാണല്ലോ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്, ഇപ്പോഴാണല്ലോ പരാതികൾ ഉയരുന്നത്. പക്ഷേ ഒരു പരാതി ലഭിച്ചിട്ട് വേണോ നടപടിയെടുക്കാൻ? നമ്മുടെ സംവിധാനങ്ങളിലെ, നമ്മുടെ പോലീസ് സംവിധാനങ്ങളിലെ കൊടുവള്ളി പോലുള്ള ഒരു സ്ഥലത്ത്, നേരത്തെ ആ സ്ഥലത്തിൻ്റെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രശസ്തിക്കപ്പുറം കുപ്രസിദ്ധി നേടിയ ചില സ്ഥലങ്ങൾ പോലുമുണ്ട്. അവിടെ നടക്കുന്ന ഒരു ചലനങ്ങൾ പോലും നമ്മുടെ പോലീസിനോ ഭരണ സംവിധാനങ്ങൾക്കോ അറിയില്ല എന്ന് പറയുന്നത് പിടിപ്പിക്കേണ്ടത് തന്നെയല്ലേ? അല്ല KP, ഞാൻ ഒരു കാര്യം പറയുന്നത്. ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നു വെച്ചാൽ ഇവർ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് കേരളത്തിൽ. കേളപ്പനായിരുന്നാലും നാരായണ ഗുരു ആയിരുന്നാലും അതുപോലെ ചട്ടമ്പി സ്വാമി ആയിരുന്നാലും ഈ മന്നവനായിരുന്നാലും ഇതൊക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാർ വഴിയാണ്. ഇല്ല, കാരണം അത് EMS വന്നിട്ടുണ്ട്, AKG വഴി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന 100% കറക്റ്റാണ്. ഈ സർക്കാർ വന്നിട്ട് ഞാൻ ഒരു കാര്യം ജയചന്ദ്ര മാസ്റ്റർ പറയുന്നത്, നിങ്ങളെ സുരേഷ് ഗോപി അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിങ്ങൾ പറയും. ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയത്തിലേക്കേ കിടക്കണ്ട. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ഈ ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഇടതുപക്ഷ സർക്കാർ അത് മുസ്ലിം ആയിരുന്നാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയിരുന്നാലും അതുപോലെ തന്നെ ഹിന്ദു ആയിരുന്നാലും എതിർക്കേണ്ടവർക്ക് എതിർത്ത് തന്നെ നിൽക്കും സാർ. ഒരു സംശയമില്ല. നമുക്ക് വോട്ട് ബാങ്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ എന്നിട്ടും ഇത്രയും കാലങ്ങളായി എന്തുകൊണ്ട് ഇടപെടൽ നടത്തിയില്ല? കന്യാസ്ത്രീയല്ല ഇത് പറ്റൂ. അവിടെ ആരാണ് ആദ്യം? ജോസ് കെ മാണി അവിടെ നിന്ന് കുറ്റിയടിച്ച് ആണ് വന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാർത്താ സമ്മേളനത്തിൽ ഒരു പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും ഈ വിഷയത്തിലേക്ക് വരണ എന്നുള്ള രീതിയിൽ മാറിപ്പോവും. കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും നല്ല നട്ടലോടുകൂടിയാണ്. അത് എവിടെയും പറയാനുള്ള അധികാരമുണ്ട്. ഇപ്പം പറയുന്നത് എന്താണ്? ഭരണകൂടത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം. അങ്ങനെയാണോ സാർ? ഒന്ന് ആലോചിക്കാമെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് 2024 ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത് കേരളത്തിലാണ് സാർ. എന്താണ്? ഇവിടെ വളരെ സുരക്ഷിതമായതുകൊണ്ടാണ്. സാർ ഒന്ന് മനസ്സിലാക്കണം. അത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ഇത് റിപ്പോർട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ടാണ്. ഇന്ത്യക്കകത്ത് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേരളമാണ്. അപ്പം അഡ്വക്കേറ്റ് സതീഷ് വസന്ത, ഈ കേരളത്തിൽ നിന്നാണ് IS എന്നുള്ള സംഘടനയിലേക്ക്, അതിതീവ്രമായ മതസംഘടനകളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ, യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതും വടക്കൻ കേരളത്തിൽ നിന്ന്. ഞാൻ പറയട്ടെ, മുസ്ലിം സംഘടനകൾ ആരെങ്കിലും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അത് ഈ സമൂഹത്തിന് മൊത്തം അടച്ച് ആക്ഷേപിക്കല്ലേ ബഹുമാനപ്പെട്ട KP? ഞാൻ പറയുന്നത് ഇത് കേരളമാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം വെച്ച് പുലരുന്ന നാടാണ്. ഏതാനും മത തീവ്രവാദി അങ്ങ് ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ആ ഇവിടെ ഒരു മതത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു മതസംഘടനയെ കുറ്റപ്പെടുത്തുകയല്ല. നന്മ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. പക്ഷേ ഇവിടെ ഈ സംഘടന നടത്തുന്ന ക്രൂരത, ഈ സംഘടന മതത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ, അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂടം ചോദ്യം ചെയ്യും. അതിന് ഇടപെടേണ്ട ഭരണകൂടമാണ്. അത് ഇടപെട്ട് അവിടെ അവർക്കൊരു വേദന ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അത് സംരക്ഷിക്കും ഈ സർക്കാർ.